Good morning students. First year le എട്ടാമത്തെ ലാബായ സ്ട്രൈറ്റ് ലൈനിൻ്റെ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ നമുക്കറിയാം, സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് വിശദമായിട്ട്. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ലാബാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ആ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: കൺസ്ട്രക്റ്റ് ആൻഡ് അപ്ഡേറ്റ് യൂസിങ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ. താഴെ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഒരു അപ്ഡേറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് 3 സ്ലൈഡേഴ്സ് ABC വിത്ത് മിനിമം -12 ആൻഡ് മാക്സിമം 12 എന്ന രീതിയിൽ 3 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ഡ്രോ ദ സ്ട്രൈറ്റ് ലൈൻ AX + BY + C = 0. ഗീവ് ദ ട്രേസ് ഓഫ് ദ ലൈൻ അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഓരോ പാർട്ടും ചെയ്ത് അതിൻ്റെ ആൻസറുമായിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു സ്ലൈഡർ ഒരു അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. 3 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്ലൈഡർ സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മാക്സിമം 12, മിനിമം 12ഉം -12ഉം മാക്സിമം 12ഉം ആയിട്ട് ഒരു ഇൻക്രിമെൻറ്റ് 0.1 എന്ന് കൊടുക്കുന്നു. അതുപോലെ അടുത്ത നമ്മളിപ്പോൾ ഒരിക്കൽ ഈ സെലക്ഷനായി കിടക്കുന്നുണ്ട്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അടുത്ത് B വരും. ഇവിടെയും 12 ആക്കുക. -12ഉം 12ഉം ആക്കുന്നു. അടുത്തത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. C വരും. ഇവിടെയും മിനിമം 12, -12, മാക്സിമം 12, ഇൻക്രിമെൻറ്റ് 0.1. എന്നിട്ട് നമുക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡ്രോ ചെയ്യണം. അത് AX + BY + C = 0 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ലൈൻ ഒരു ട്രേസ് കൊടുക്കുക. ട്രേസ് കൊടുക്കാൻ നമുക്കറിയാം. ആ ലൈൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയാൽ നമുക്കതിൻ്റെ കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷനിൽ നമ്മൾ A എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ്, B എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യൻ്റാണ്, C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേമാണ്. അപ്പോൾ A മാറ്റിയാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. A നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ നമ്മൾ Y ആക്സിനെ ഒരു പോയിന്റിൽ കൂടി അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. Y ആക്സിൻ്റെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പോയിന്റ്. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ Y ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ A അവിടെ നമ്മൾ ചേഞ്ച് ചെയ്താൽ, A മാത്രം ചേഞ്ച് ചെയ്താൽ ആ ലൈനുകൾ എന്ന് പറയുന്നത്, അതായത് Y ഇൻ്റർസെപ്റ്റ് ഏത് പോയിന്റ് ആണോ B കൊടുത്തിരിക്കുന്നത്, ഏത് വാല്യൂ ആണോ അതനുസരിച്ചായിരിക്കും അതും റൊട്ടേറ്റ് ചെയ്യുന്നത്. B ഇപ്പം 1 ആയതുകൊണ്ട് അത് -1ൽ കൂടി അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ -1ൽ കൂടിയുള്ള ഫാമിലി കർവായിരിക്കും ഈ A മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത കൺട്രോൾ ഓഫ് കൊടുത്താൽ ഇത് മാറും. ഞാൻ അതുപോലെ ഇത് 1 ആക്കുക. A 1 ആക്കുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും B അങ്ങ് റൊട്ടേറ്റ് ചെയ്യുന്നു. B അത് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അത് X ആക്സിലെ ഒരു നമ്പറിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ബേസ് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് X ഇൻ്റർസെപ്റ്റിൽ കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മളിപ്പോൾ A മാറ്റുകയാണെങ്കിൽ ഞാൻ A 3ൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് B മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം അതുപോലെ എന്താണ് X ആക്സിലെ ഒരു പോയിന്റിൽ കൂടി തന്നെ അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. ഈ C വേണം ചേഞ്ച് ചെയ്താൽ ഇച്ചിലൂടെ മാറിപ്പോകുന്നേ ഉള്ളൂ. C ചേഞ്ച് ചെയ്താൽ നമുക്ക് വേറെ ഒരു പോയിന്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ C ചേഞ്ച് ചെയ്താൽ എന്താണ് മാറ്റം അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച് വെക്കുക.
സി ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം നമുക്ക് ആദ്യത്തെ ലൈന് പാരലായിട്ട് പോകുന്ന ലൈനുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ പാർട്ടിൽ പറയുന്ന കാര്യം, ഈ അപ്ലെറ്റ് നിർമ്മിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനാണ് ഇവിടെ 3 മാർക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി കാണിക്കുന്നതിന് കുഴപ്പമില്ല, ആൻസർ ഷീറ്റിനകത്ത് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതൊന്ന് കാണിക്കാം. അതിൻ്റെ അടുത്ത പാർട്ടിലോട്ട് പോവുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞ ഇതാണ്, യൂസിങ് എബോവ് അപ്ലെറ്റ് ആൻസർ ഓൺലി 2 questions ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. കൺസ്ട്രക്ട് ദ ഫാമിലി ഓഫ് ലൈൻസ് സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻ. ഇൻ ഈച്ച് കേസ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് ABC. എന്നുവെച്ചാൽ ഈ ഇവിടെ ടിക്ക് ചെയ്തേക്കുന്ന 2 എണ്ണം നമുക്ക് ചെയ്യണം. താഴെ പറയുന്ന ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ABCയുടെ വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഇന്റർസെപ്റ്റ് 3 ആയിട്ട് വരുന്ന ലൈൻ എഴുതണം, Y ഇന്റർസെപ്റ്റ് 4 ആയിട്ട് വരുന്ന ലൈൻ എഴുതണം, സ്ലോപ്പ് 2 ആയിട്ട് വരുന്ന എഴുതണം, പാസിംഗ് ത്രൂ ദ പോയിന്റ് -2 0 വരുന്ന എഴുതണം, അതുപോലെ പാരലൽ ടു എക്സ് ആക്സിസ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് ആൻസർ ചെയ്താൽ മതി. നമുക്ക് അപ്പോൾ ഒന്ന് നോക്കാം. ആദ്യം എക്സ് ഇന്റർസെപ്റ്റ് 3 വരുന്നത് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ കൺട്രോൾ F കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് ട്രേസ് അങ്ങ് മാറ്റുകയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രേസ് എന്നുള്ള ഓൺ എന്ന് പറയുന്ന ടിക്ക് മാർക്ക് മാറ്റുക. എന്നിട്ട് A1ലേക്ക് കൊണ്ടുവരുന്നു, ബിയും 1ൽ കൊണ്ടുവരുന്നു. ഈ 1ൽ നിന്ന് തുടങ്ങുമ്പോഴായിരിക്കും ഇത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നത്. അതുകൊണ്ട് എപ്പോഴും 1ൽ വെച്ച് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന എക്സ് ഇന്റർസെപ്റ്റ് 3 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 3ൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അത് ഏത് ലൈനായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിപ്പോൾ ഈ ലൈനെ ഈ 3ൽ കൊണ്ടുവരാൻ നമുക്ക് ഈ C ഒന്ന് മൂവ് ചെയ്താൽ മതി. എന്നുവെച്ചാൽ അവിടെ ആ 1ൽ ഇരുന്നതിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുവരുന്നു, ഈ 3ൽ കൊണ്ടുവരുന്നു. നമുക്കറിയാം ഒരു ലൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ അത് അതിൻ്റെ വാല്യൂ മൈനസ് ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ലെഫ്റ്റോട്ട് പോവുകയാണെങ്കിൽ അത് പ്ലസ് ആണെന്നുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് വന്നത്. അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ലൈൻ വന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, ഈ എക്സ് ഇന്റർസെപ്റ്റ് 3 ആയിട്ട് വരുന്ന ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ? അല്ല. അത് കാണണമെങ്കിൽ നമുക്ക് ഈ B ഒന്ന് ചേഞ്ച് ചെയ്താൽ മനസ്സിലാവും. ഉണ്ടോ, ഈ ലൈനിൻ്റെ എല്ലാം ഈ B എന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, അതിന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഈ ലൈനുകൾ എല്ലാം എന്തായിരിക്കും, ഈ പറയുന്ന എക്സ് ഇന്റർസെപ്റ്റ് 3 ആയിട്ടുള്ള ലൈനായിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഇതിൻ്റെ വാല്യൂ എഴുതുമ്പോൾ A = 1 എന്ന് കൊടുക്കുക, C = -3 എന്ന് കൊടുക്കുക, B എന്ന് പറയുമ്പോൾ എനി റിയൽ നമ്പർ കൊടുക്കാം. B ഏത് വന്നാലും അതിൻ്റെ എക്സ് ഇന്റർസെപ്റ്റ് 3 ആയിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് Y ഇന്റർസെപ്റ്റ് 4 ആണ്. അപ്പോൾ ഇതിനെ ഞാൻ 1 ആക്കി മാറ്റുന്നു. Y ഇന്റർസെപ്റ്റ് 4 ആണ്. Y ഇന്റർസെപ്റ്റ് 4 ആകുമ്പോൾ ഈ ലൈൻ ഇവിടെ വരണം. അപ്പോൾ ഈ ലൈന് മാറ്റണമെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇവിടുന്ന് പാരലായിട്ടുള്ള ഒരു ലൈൻ 4ൽ കൂടി പാസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടെ മൂവ് ചെയ്ത് 4 ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ Y ഇന്റർസെപ്റ്റ് 4 ആണ്. നമുക്ക് കണ്ടീഷൻ ഈ ഒരു ലൈൻ മാത്രമേ കിട്ടത്തുള്ളൂ? അല്ല. നമുക്ക് അപ്പോൾ അവിടെ A ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം ഈ Y ആക്സിലെ അല്ലെ Y ഇന്റർസെപ്റ്റിലെ ഒരു പോയിന്റിൽ കൂടി അത് പോയിന്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ലൈനുകൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം A ചേഞ്ച് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ A എന്ന വാല്യൂ ഒന്ന് മാറ്റിയാൽ നമുക്കറിയാം ഈ കിട്ടുന്ന ലൈനുകൾ എല്ലാം എന്തായിരിക്കും, അതായത് Y ഇന്റർസെപ്റ്റ് 4 ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ലൈൻ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ A ആണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്, ഓർമ്മ വേണം. A ഇവിടെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈനുകളുടെ എല്ലാം Y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ തന്നെ പഠിച്ചിട്ടുണ്ട്. Y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് -C/,
മൈനസ് സി ബൈ എ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മൈനസ് സി ബൈ എ. ഇവിടെ സി എന്ന് പറയുന്നത് -4 ആണ് കൂടി മനസ്സിലാക്കണം. കാരണം ഈ 4 അപ്പുറത്ത് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ സി എന്ന് പറയുന്നത്. അപ്പോൾ -4/1 എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 4 എന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ B = 1, C = -4, A is any റിയൽ നമ്പർ അല്ലെങ്കിൽ എനി നമ്പർ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലോപ്പ് 2 ആവണം. സ്ലോപ്പ് 2 ആവണമെങ്കിൽ അത് ഞാൻ ഇപ്പോൾ എയും ബിയും 1 ആക്കി മാറ്റുന്നു. അപ്പോൾ സ്ലോപ്പ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് നോക്കാം. അത് കൊണ്ടുവരുന്നതിന് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. C 0 ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒറിജിനൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനായി മാറും. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് 2 ആവണമെങ്കിൽ നമുക്കിതിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? അപ്പം ഞാൻ ഇവിടെ ഇതിനെ മാറ്റുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഞാൻ നമ്മുടെ എനിക്കിഷ്ടമുള്ള ഒരു -2 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എ എന്ന് പറയുന്നത് -2 ആക്കി മാറ്റിയാൽ നമുക്കറിയാൻ പറ്റും ഇത് ഈ വാല്യൂ 1ഉം ഇത് 2 ആയതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -2 ആണെന്ന് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇന്ന് സ്ലോപ്പിൻ്റെ ടൂൾ എടുത്ത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് -a/b എന്നാണ്. -a/b. ഇപ്പം മൈനസ് ഇവിടെ എയുടെ വാല്യൂ -2 ആണ്. അപ്പോൾ -2/1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഈ ലൈൻ മാത്രമേ ഉള്ളൂ അല്ല, ഇതിന് പാരലായിട്ട് വരുന്ന ഏതൊരു ലൈനിന് ഇത് തന്നെ ആയിരിക്കും. നമുക്കറിയാം പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ വരുന്ന ഏതൊരു ലൈനിൻ്റെയും സ്ലോപ്പ് എന്തായിരിക്കും? അത് -2 ആയിരിക്കും എന്ന് കൂടി 2 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് നമുക്ക് ഈ സ്ലോപ്പിൻ്റെ ടൂൾ എടുത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഞാൻ C മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. ഇവിടെ കാണിക്കുന്നുണ്ടത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലൈൻ്റെ ആയിരുന്നു. ഇപ്പം നമ്മൾ മാറ്റിയ സിയുടെ പൊസിഷൻ മാറ്റിയപ്പോൾ ഇങ്ങനെ മാറി. അപ്പോൾ ഇതുമായിട്ട് അപ്പോൾ ഇവിടെ സിക്ക് ഏതൊരു വാല്യൂ കൊടുത്താലും അതെല്ലാം സ്ലോപ്പ് 2 ആയിട്ട് വരുന്ന ലൈനായിരിക്കും. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, സ്ലോപ്പ് -a/b ആയതുകൊണ്ട് ആ രീതിയിൽ ഇപ്പം എയും ബിയും 2 വരുന്ന രീതിയിൽ എയും ബിയും ചേഞ്ച് ചെയ്താൽ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ഇനി വേണം ഇത് 4ഉം ഇത് 2 ആക്കിയാലും നമുക്ക് ഇതേ കാര്യം കാണാവുന്നതാണ്. -4 എയുടെ വാല്യൂ -4 ആക്കുക. അതുപോലെ ഇതിൻ്റെ വാല്യൂ 2 ആക്കിയാലും നമുക്ക് ഇതേ സ്ലോപ്പ് ഇവിടുത്തെ നേരത്തെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ത് തന്നെയാണ്? ഇതിൻ്റെ സ്ലോപ്പ് ഇതേപോലെ 2 ആയെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്തപ്പോൾ ഓർമ്മ എഴുതിയാൽ മതി. A is equal to -2ഉം B is equal to 1ഉം C is any നമ്പറും എഴുതിയാൽ നമുക്ക് ആൻസറിലോട്ട് എത്താവുന്നതാണ്. ഇനി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇനി നമുക്ക് വേണ്ടത് ഇത് പാസ് -2 0ൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ -2 0ൽ കൂടി പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ 1 ആക്കി മാറ്റുന്നു. ഇത് -2 0ൽ കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം. ഇപ്പം ഞാൻ ഇതെല്ലാം 1 കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ലൈൻ വരുന്നത്. അപ്പോൾ ഈ 2നെ ഒന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പം ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ഈ സിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പം 2ൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ പോയിന്റ്, ഇപ്പോൾ ഈ -2ൽ 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇതിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരുപാട് ലൈനുകളുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ അതിന് ചേഞ്ച് ചെയ്താൽ ഏത് വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി? നമ്മൾ പറഞ്ഞാണ് ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്താൽ അത് ഉണ്ടോ എക്സ് ആക്സിലെ ഒരു പോയിന്റിൽ കൂടി ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റിൽ കൂടി ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എഴുതുമ്പോൾ സിക്ക് 2 കൊടുക്കുക, എക്ക് 1 കൊടുക്കുക, അതുപോലെ ബി എന്ന് പറയുന്നത് എനി നമ്പർ ആയിരിക്കും എന്ന് കൂടി മനസ്സിലാക്കാം. അടുത്ത നമ്മളടുത്ത് പറയുന്നത്
എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻ ആയിരിക്കണം. അപ്പോൾ എക്സ് ആക്സിൽ പാരലായിട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം വൈ കോഡിന് എക്സ് ആക്സിൽ പാരലായിട്ട് വരണമെങ്കിൽ വൈ ഈക്വൽ ടു എന്ന രീതിയിൽ വരണം. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന രീതിയിൽ വരികയാണെങ്കിൽ എക്സിൻ്റെ ടേം 0 ആവണം. അപ്പോൾ എക്സിൻ്റെ ടേം 0 ആവണമെങ്കിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആക്കിയാൽ മതി. അപ്പോൾ എ അവിടെ 0 ആക്കിയാൽ മതി. എന്നിട്ട് നമുക്കിവിടെ 1 എന്ന് ആക്കിയാൽ 1 ആക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ 1 ആക്കി വെച്ചിട്ട് ഈ സി ചേഞ്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇത് എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനാണെന്ന് പറയാം. ഇനി ബി വേണമെങ്കിൽ 0 ആക്കാൻ 1 ആക്കാൻ നിർബന്ധമില്ല. ബി ഇപ്പം 2 ആക്കിയാലും അല്ലെങ്കിൽ 3 ആക്കിയാലും ഇതേ അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ബി സെനി നമ്പർ ആയിരിക്കും, സി സെനി നമ്പർ ആയിരിക്കും, എ ഈക്വൽ ടു 0 ആണ് എന്ന രീതിയിൽ നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഇതിൻ്റെ ആൻസർ എഴുതുന്നത് ഒന്ന് കാണിക്കാം. ഒന്നാമത്തെ പാർട്ടിന് രണ്ടാമത്തെ പാർട്ടിന് ആൻസർ എഴുതുന്ന രീതി ഒന്ന് കാണിക്കാം. അപ്പോൾ എന്താ നമുക്ക് പറയാം, ദ സ്ലൈഡർ ഹിയർ റൊട്ടേറ്റ് ദ ലൈൻ വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ് ഓൺ വൈ ആക്സിസ് വിച്ച് ഈസ് ദ വൈ ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ. പിന്നെ ദ സ്ലൈഡർ ബി റൊട്ടേറ്റ് ദ ലൈൻ വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ദ എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ. എന്ന് വെച്ചാൽ എയും ബിയും മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ദ സ്ലൈഡർ സി ഷിഫ്റ്റ് ദ ലൈൻ പാരലൽ ടു ദ ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് പറയുന്നതാണ് എയ്ക്കും ബിക്കും 1 എയ്ക്ക് 1 സിക്ക് -3 ബി സെനി നമ്പർ ആയാൽ നമുക്ക് കിട്ടുന്നത് ഇന്റർസെപ്റ്റ് 3 ആയിട്ടുള്ള ഒരു ലൈൻ, ഇന്റർസെപ്റ്റ് 3 ആയിട്ടുള്ള ലൈനുകളായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കാം. അതുപോലെ അടുത്തത് ഇന്റർസെപ്റ്റ് 4 ആയിട്ട് വരുമ്പോൾ ബി ഈക്വൽ ടു 1 സി -4ഉം എ സെനി നമ്പറും കൊടുക്കാം. പിന്നെ നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന സ്ലോപ്പ് 2 ആവണം. സ്ലോപ്പ് 2 ആവണമെങ്കിൽ എക്ക് -2 ബിക്ക് 1 കൊടുക്കുക, സി സെനി നമ്പർ ആയിരിക്കും. അതുപോലെ അടുത്ത നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് -2 0 ആവണമെങ്കിൽ എക്ക് 1 കൊടുക്കാം, സിക്ക് 2 കൊടുക്കാം, ബി സെനി നമ്പർ ആയാൽ മതി. അടുത്ത അഞ്ചാമത്തെ കേസ് പറയുന്നത് എ 0 ആണ്, കാരണം അത് എക്സിന് പാരലായിട്ട് വരണം. അപ്പോൾ അവിടെ എ 0യും ബിയും സി എനി നമ്പർ ആയാൽ നമുക്ക് അവിടെ നിന്നും വൈ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനുകൾ കിട്ടുമെന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇത് ഒന്നാമത്തെ രണ്ടാമത്തെയും പാർട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടിലോട്ട് പോവാം. മൂന്നാമത്തെ പാർട്ട് ഇതാണ്. ആൻസർ ഒരു 2 ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. യൂസ് ദ അപ്ലെറ്റ്. ഇവിടെ ഒരു അപ്ലെറ്റ് ഉപയോഗിച്ച് Q4A എന്ന് പറയുന്ന ഒരു അപ്ലെറ്റ്. ഈ Q4A എന്ന് പറയുമ്പം അവർ ഇപ്പോൾ അപ്ലെറ്റിന് കൊടുത്തിരിക്കുന്ന നെയിം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതെങ്ങനെ വന്നു എന്ന് നമുക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. യൂസ് ദ അപ്ലെറ്റ് Q4A ടു ഫൈൻഡ് എ നോർമൽ ഫോം ഓഫ് ദ ഗിവൺ ലൈൻ. അപ്പോൾ തന്നിരിക്കുന്ന ലൈനിൻ്റെ നോർമൽ ഫോം കണ്ടുപിടിക്കണം. അത് ഈ അപ്ലെറ്റ് റെഡിമെയ്ഡ് അപ്ലെറ്റ് തന്നിട്ടുണ്ട്, അത് Q4A എന്നാണ് അതിൻ്റെ നെയിം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ആ അപ്ലെറ്റിനെ കുറിച്ച് പറയുന്നത്. ഇൻ ദ ബോക്സ് ഇൻ ദ ഇൻപുട്ട് ബോക്സ് വി ക്യാൻ എൻ്റർ ദ ഇക്വേഷൻ ലൈൻ ടു ഡ്രോ ദ ലൈൻ. ഈ ഇൻപുട്ട് ബോക്സിൽ നമുക്ക് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് ആവശ്യമുള്ള ലൈൻ ഡ്രോ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ നോർമൽ ഫോം ഓഫ് ദി ഒറിജിൻ ടു ദ ലൈൻ, distance of the line from the origin and angle made by the normal with the positive direction of x axis are given. അതിൻ്റെ നോർമൽ ഫോം ഒറിജിൻ, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് പി എന്ന് പറയാം. നമുക്ക് നോർമൽ ഫോം എഴുതുമ്പോൾ ഡിസ്റ്റൻസ് പിയും അതിൻ്റെ ആംഗിൾ ഒമേഗയും ഒക്കെ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ ആ തന്നിരിക്കുന്ന x - y - 3 = 0 എന്ന് പറയുന്ന ഈ 4 ലൈനാണ്. ഈ 4 ലൈനിൽ 2 എണ്ണം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ഈ അപ്ലെറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അപ്ലെറ്റ് ഇതാണ് Q4A എന്ന് പറയുന്നത്. അവിടെ അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എക്സാമിന് ഇതേപോലുള്ള അപ്ലെറ്റുകൾ തരും. അപ്പോൾ അത് നമുക്ക് ഡെസ്ക്ടോപ്പിക്കാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതേപോലെ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലൈന് വരയ്ക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട് ഒമേഗ, പിന്നെ ഈ പി ഡിസ്റ്റൻസ് പിയും തന്നിട്ടുണ്ട്. ശരി. അപ്പോൾ ഈ ലൈനിൻ്റെ നോർമൽ ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. x - y - 3 = 0 എന്ന് പറയുന്ന ലൈനാണ്. അപ്പോൾ അത് ഞാനിവിടെ വരച്ചു. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ കിട്ടിയ വാല്യൂ ഒമേഗയുടെ വാല്യൂ 3 and 15 ഡിഗ്രിയാണ്. അതിൻ്റെ
പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2.1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും എങ്ങനെ നോർമൽ ഫോം എഴുതാം? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസ് ഈക്വൽ ടു പി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ നോർമൽ ഫോം നമുക്ക് ഇങ്ങനെ പറയാം: എക്സ് കോസ് 315 ഡിഗ്രി പ്ലസ് വൈ സൈൻ 315 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2.1 എന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ നേരത്തെ തന്നിരിക്കുന്ന ലൈനിൽ മാറ്റാൻ വേണ്ടി ഇവിടെ കൊടുത്താൽ മതി. ഇനി അടുത്ത പറയുന്നത് ഇവിടെ SQRT ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നത്. നിങ്ങൾ SQRT 3x പ്ലസ് വൈ മൈനസ് 8 ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇന്ന് നമുക്കറിയാം ഒമേഗയുടെ വാല്യൂ 30 ആണ്. അതുപോലെ പിയുടെ വാല്യൂ അത് 4 ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 ഈസ് ഈക്വൽ ടു 4 എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. നെക്സ്റ്റ് പറയുന്നത്, ഞാനിതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എളുപ്പം ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ 1.1 ആണ്. ഇത് 123.7 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് കോസ് 123.7 ഡിഗ്രി പ്ലസ് വൈ സൈൻ 123.7 ഡിഗ്രി സീക്വൽ ടു 1.1 എന്ന് പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത നാലാമത്തെ നമുക്ക് നോക്കാം. നാലാമത്തെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടടിക്കും ഇങ്ങനെ കിട്ടി. അവിടെയും നമുക്ക് പി എന്ന് പറയും. ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് 1.8.1 ഒമേഗ എന്ന് പറയുന്നത് 158.2 ഡിഗ്രി എന്ന് പറയാം. ഇവിടെ ഡിസ്റ്റൻസ് 0.6 ആണ്. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് എത്രയേ ഉള്ളൂ? എക്സ് കോസ് 158.2 ഡിഗ്രി പ്ലസ് വൈ സൈൻ 158.2 ഡിഗ്രി ഈക്വൽ ടു 0.6 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന അനുസരിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് നോർമൽ ഫോം എഴുതാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ആൻസർ ഒന്ന് കാണിക്കാം. എഡിറ്റ് ദ ലൈൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ലൈൻ മാറ്റിയിട്ട് ഇത് കൊടുക്കുക. എന്നിട്ട് ഒമേഗ നമുക്ക് ഇത് കിട്ടും, പി ഇത് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നോർമൽ ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് നമ്മളിവിടെ ഈ ലൈൻ മാറ്റിയിട്ട് ഇത് കൊടുക്കുന്നു. അത് മാറ്റി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒമേഗ 30 ആണ്. പി എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ ആൻസർ നോർമൽ ഫോം എന്ന് പറയുമ്പോൾ എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. അതുപോലെ അടുത്ത ലൈൻ കൊടുക്കുന്നു. അങ്ങനെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ നോർമൽ ഫോം എഴുതാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഈ ലൈൻ മാറ്റി കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഒമേഗയും പിയും കിട്ടി. ഒമേഗയും പിയും കിട്ടിയെങ്കിൽ നമുക്ക് നോർമൽ ഫോം എഴുതാൻ വളരെ എളുപ്പമാണ്. ഇനി നാലാമത്തെ പാർട്ട് നോക്കാം. ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. യൂസ് ദ അപ്ലെറ്റ് Q4B ടു ദ ആൻസർ. അപ്പോൾ ഇവിടെ മറ്റൊരു അപ്ലെറ്റ് തന്നിരിക്കുകയാണ് അല്ലേ? എബൌട്ട് ദ അപ്ലെറ്റിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? You can click and drag at the origin to shift the axis. അപ്പോൾ അവിടെ നമ്മൾ ആ തന്നിരിക്കുന്നതിനകത്ത് ഒറിജിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്കതിൻ്റെ ആക്സസുകൾ മാറ്റാവുന്നതാണ്, ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് യൂസിങ് ദ ബട്ടൺ. 4 ബട്ടൺ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് 1 2 3 4. എന്നിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്താൽ അതിൻ്റെ ഓരോ യു ക്യാൻ സെലക്ട് ദ ഫിഗർ കറസ്പോണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയും നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഷിഫ്റ്റ് ദ ഒറിജിൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഷിഫ്റ്റ് ദ ഒറിജിൻ സോ ദാറ്റ് ദ ട്രാൻസ്ഫോർം ഇക്വേഷൻ ഓഫ് ദി ഫോം ഓഫ് ദി equations of the ellipse becomes in the form x square by a square plus y square by b square is equal to 1. അപ്പോൾ ഇത് എന്താണ്? നമ്മൾ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യണം. ഏത്? അതിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന ഫോമിൽ വരുന്ന രീതിയിൽ നമുക്കിതിന്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അടുത്ത എന്നിട്ട് അതിൻ്റെ ആ ന്യൂ ഒറിജിന് എഴുതണം, അതിൻ്റെ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എഴുതണം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഷിഫ്റ്റ് ദ ഒറിജിൻ സോ ദാറ്റ് ദ ട്രാൻസ്ഫോമർ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ബിക്കംസ് ഇൻ ദി ഫോം എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ രണ്ടാമത്തെ ആ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് നമുക്ക് 3 4 കാണാം. ഓക്കെ, അപ്പോൾ ഞാനവിടെ പറയുന്ന Q4B എന്ന് പറയുന്ന അപ്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ അപ്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഒരു എലിപ്സ് ഉണ്ട്, അവിടെ 3 ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആണ് ഇവിടെ ഒറിജിനൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ
ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ ഒറിജിനെ നമുക്ക് ആക്സിസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഈ ഗ്രിഡ് ഉണ്ടെങ്കിൽ ഈ ഗ്രിഡിൻ്റെ ആ മീറ്റിംഗ് പോയിന്റിലായിരിക്കും ഇത് വന്ന് പ്ലേസ് ചെയ്യുന്നത് അല്ലെ ഫിക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കിവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന രീതിയിൽ എഴുതണം. അങ്ങനെ എഴുതണമെങ്കിൽ എപ്പോഴും ഇതിന് മിഡിൽ പോയിന്റ് ആയിരിക്കണം ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സെൻറ്റർ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ 4ഉം 3ഉം ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഉണ്ടോ, ഇതിൻ്റെ സെൻറ്റർ 4 3, ഇത് 0 0 നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് 4 3 ആക്കുമ്പോൾ ഇതിനെ നമുക്ക് എഴുതാം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് 3 ആണ്, ഈ ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഇത് നോക്കിയാൽ മതി. ഈ ഡിസ്റ്റൻസ് അറിയാം 3 ആണ്, ഈ ഡിസ്റ്റൻസ് അറിയാം. ഇത് ഫസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എസ് സ്ക്വയർ ബൈ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1 എന്ന ഫോമിൽ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എസ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഇതിനിപ്പോൾ രണ്ടാമത്തെ നമ്മൾ 2 ടൈപ്പ് എലിപ്സ് അവിടെ ഇരിക്കുന്നത്, ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാം. അത് നമുക്കറിയാം കറക്റ്റ് ആ മീറ്റിംഗ് പോയിന്റ്, ആ ഗ്രിഡിൻ്റെ മീറ്റിംഗ് പോയിന്റ് തന്നെ അത് ഫിക്സ് ആയി വരും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആദ്യം പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുക, ഈ ഡിസ്റ്റൻസ് ആദ്യം പറയുക, ഈ ഡിസ്റ്റൻസ് രണ്ടാമത്. അപ്പോൾ ബി വലുതാവുന്നതിനാണ് അവിടുത്തെ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയാം, എ വലുതാവുന്നതിനാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ 2 ആയിരിക്കും, ബിയുടെ വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് പറയാം എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 is equal to 1 എന്ന് പറയാം. അപ്പോൾ അതാണ് ന്യൂ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ. അതാണ് അതിൻ്റെ ഒറിജിൻ. ഇവിടെ നമുക്ക് അതും എഴുതണം, -3 എന്ന് പറയാം. അപ്പോൾ ഒറിജിൻ -3 ഇക്വേഷൻ എസ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 is equal to 1 എന്ന ഫോമിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് നോക്കാം. മൂന്നാമത്തെ പാർട്ട് ഇതാണ്, ഷിഫ്റ്റ് ദ ഒറിജിൻ സോ ദാറ്റ് ദ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഓഫ് ദി പരാബോള ബിക്കംസ് ഇൻ ദ ഫോം എസ് സ്ക്വയർ is equal to -4ay. write the new origin and transform equation. നേരത്തെ ചെയ്തതിൻ്റെ കൂട്ടം ഇവിടെ പരാബോളയാണെന്നേ ഉള്ളൂ. പിന്നെ ഷിഫ്റ്റ് ദ ഒറിജിൻ സോ ദാറ്റ് ദ ഗിവൺ ലൈൻ മേക്സ് എക്സ് ഇന്റർസെപ്റ്റ് 3 ആൻഡ് വൈ ഇന്റർസെപ്റ്റ് 4. റൈറ്റ് ദ ന്യൂ ഒറിജിൻ ആൻഡ് ട്രാൻസ്ഫോം ഇക്വേഷൻ. അതുകൂടെ നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിന് വേണ്ടി ഇത് ഇപ്പോൾ നമുക്കൊരു പരാബോളയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay എന്ന രീതിയിലാക്കണം. നമുക്കറിയാം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay ആണെങ്കിൽ ആ പരാബോള വരുന്നത് എക്സ് ആക്സിസിൻ്റെ താഴെയായിട്ടായിരിക്കും വരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ആയിരിക്കും യഥാർത്ഥത്തിൽ വരേണ്ടത്. അപ്പോൾ ആ വരുമ്പോൾ നമുക്ക് ഈ പോയിന്റിനെ, ഈ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ വെർട്ടെക്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് ഇവിടുത്തെ വെർട്ടെക്സ് ആക്കി മാറ്റുക. കണ്ടോ, ഇത് വെർട്ടെക്സ് ആക്കി മാറ്റുമ്പോൾ നമുക്കറിയാം ഈ ഫോമിൽ വരുന്നതിനാണ് നമുക്ക് എസ് സ്ക്വയർ ഈക്വൽ ടു -4ay എന്ന് പറയാം. മുകളിലാണെങ്കിൽ എസ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറയാം. ശരിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഒറിജിൻ 3 4 ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് ആൻസറായി. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ആണ് എയുടെ വാല്യൂ എഴുതണം. അപ്പോൾ എയുടെ വാല്യൂ എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എയുടെ വാല്യൂ എങ്ങനെ എഴുതും? എയുടെ വാല്യൂ എഴുതാൻ നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റ്, ഈ പരാബോളയിൽ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ഇതിനകത്തൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ -2 -1 കണ്ടോ, ഇതൊരു പോയിന്റാണ്. അല്ലെങ്കിൽ 2 -1. അപ്പോൾ ആ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്നും ആ എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാവുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ 2 -1 ആയതുകൊണ്ട് എസ് സ്ക്വയർ ഈക്വൽ ടു -4ay ആണ് തോന്നുന്നു. നമുക്കത് ചെയ്ത് ഞാൻ കാണിക്കാം. ആൻസറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് വെർട്ടെക്സ് എപ്പോഴും ഈ ഒറിജിൻ തന്നെ വരുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് സ്ക്വയർ ഈക്വൽ ടു അല്ലെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ആണെങ്കിൽ താഴെയായിരിക്കും, വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ വരും എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ ആൻസറിലോട്ട് പോകാം. നാലാമത്തെ പാർട്ടിൻ്റെ ആൻസർ ഞാൻ പറയാണ്, ഡ്രാഗ് ദ ഒറിജിൻ ടു ദ സെൻറ്റർ ഓഫ് ദി എലിപ്സ്. നമുക്ക് ആ ഒറിജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു,
എലിപ്സിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ന്യൂ ഒറിജിൻ 4 3 ആണ്. അപ്പോൾ അവിടെ നിന്ന് A = 3 B = 2 ആണ്. അപ്പോൾ ഈ വാല്യൂ തന്നെ അല്ല, അത് ശ്രദ്ധിച്ചോണം. അത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്ലറ്റ് നോക്കി നമുക്ക് എയും ബിയും എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത് a² / 9 + y² / 4 = 1 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒന്ന് അതേപോലെ പറയാം. ഡ്രാഗ് ദ ഒറിജിൻ ടു സെൻറ്റർ ഓഫ് ദി എലിപ്സ്. എന്നിട്ട് അതിൻ്റെ ന്യൂ ഒറിജിൻ എന്ന് പറയുമ്പോൾ -3 1 ആണ്. A = 2 B = 4 ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം x² / 4 + y² / 16 = 1 എന്ന് പറയുന്നതാണ്. മൂന്നാമത് പറയുന്നത് ശ്രദ്ധിക്കുക, ഡ്രാഗ് ദ ഒറിജിൻ ടു ദ വെർട്ടെക്സ് ഓഫ് ദി പരാബോള. ഡ്രാഗ് ദ ഒറിജിൻ ടു ദ വെർട്ടെക്സ് ഓഫ് ദി പരാബോള. അവിടെ ഇന്നും ദ ന്യൂ ഒറിജിൻ ഈസ് 3 4 എന്ന് കിട്ടും. അവിടെ ഇന്നും ദ ട്രാൻസ്ഫോമർ ഇക്വേഷൻസ് ഓഫ് ദി ഫോം x² - 4ay ആണ്. അപ്പോൾ അവിടെ 3 4 വന്നു, ശരിയാണ് ഒറിജിൻ. അപ്പോൾ അവിടെ ഇന്നും കിട്ടുന്ന വാല്യൂ x² = -4y എന്ന ഫോമിലുള്ള പരാബോളയായി മാറി. അപ്പോൾ അതിനകത്തൊരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇൻ ദ ഫിഗർ 1 passes through the point -2 -1. അപ്പോൾ അത് എക്സിന് പകരം -2 വൈക്ക് പകരം -1 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ശരിയില്ലയോ? അവിടെ ഇന്ന് എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 4 ആണ്. 4 = 4 എന്ന് കിട്ടും. അപ്പോൾ A = 1 എന്ന് കിട്ടും. അത് നമുക്ക് ഇക്വേഷൻ x² - 4y എന്ന് കിട്ടും. Therefore, the transfer equation is x². ഇതാണ് ആൻസർ. അപ്പോൾ ഈ ഒരു കാര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പരാബോളയിലെ ഒരു പോയിന്റ്, ഇഷ്ടമുള്ള പോയിന്റ് എടുക്കുക. ഇവിടെ 2 - 1 എടുത്താലും മതി. അങ്ങനെ വന്നാലും ഇതേപോലെ തന്നെ A = 1 തന്നെ വരത്തുള്ളൂ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത് x² - 4y എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു നാലാമത് പാർട്ടുണ്ടോ, അതോടെ നോക്കാം. നാലാമതാണ് ഷിഫ്റ്റ് ഒറിജിൻ. സോ ദാറ്റ് ദ ഗിവൻ ലൈൻ മേക്സ് x-intercept 3 y-intercept 4 ആയിരിക്കണം. അതിൻ്റെ ഒറിജിനും ട്രാൻസ്ഫോമർ ഇക്വേഷൻ എഴുതുക. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ x-intercept 3 y-intercept 4 വരണം, ശരിയല്ലേ? അപ്പോൾ നമുക്കിതിനെ മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അതിൻ്റെ y-intercepറ്റും x-intercepറ്റും ഈ ഡിസ്റ്റൻസ് y-intercepറ്റും ആയി. നമുക്കിങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ ഈ 3 തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്താൽ ഓട്ടോമാറ്റിക് ഇവിടെ 4 ആയിരിക്കും വരുന്നത്. ഇപ്പോൾ 2 - 1 എന്ന് പറയുന്ന പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ x-intercept 3 y-intercept 4 ആണ്. അപ്പോൾ ഇങ്ങനെ ന്യൂ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇത് എഴുതാം. ഇക്വേഷൻ അല്ലയോ? ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് x-intercept 3/y/4 = 1 എന്ന രീതിയിൽ ഇക്വേഷൻ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എഴുതാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പാരലായിട്ട് മൂവ് ചെയ്ത് നമുക്ക് മറ്റൊരു പോയിന്റിൽ കൊണ്ടുവച്ചാൽ നമുക്ക് ഇതേപോലെ ഉണ്ട്. ഇതും അത് തന്നെയാണ്. -1 3 എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ. അപ്പോൾ ഒറിജിൻ അതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ എഴുതാം. ഈ ഡിസ്റ്റൻസ് 3 ആണ്, ഈ ഡിസ്റ്റൻസ് 4 ആണ്. അതേ ഇക്വേഷൻ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇവിടെ നോക്കാം. ഡ്രോ ദ ഒറിജിൻ വിത്ത് x-intercept 3 ആൻഡ് y-intercept 4 ഓഫ് ദി ലൈൻ. അപ്പോൾ അതിന് നമ്മൾ അല്ല ഒറിജിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്യണം. x-intercept 3 y-intercept 4 ആവുന്ന രീതിയിൽ, ഇല്ലയോ? അപ്പോൾ ന്യൂ ഒറിജിൻ 2 - 1 ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഒരെണ്ണം എഴുതിയാൽ മതി നമുക്ക്. അപ്പോൾ ട്രാൻസ്ഫോമർ ഇക്വേഷൻ നമുക്ക് എഴുതാൻ മതി. ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ എയും ബിയും എത്രയാണ്? ഇപ്പോൾ x/a + y/b = 1 ആണ്. എ എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്നും 3 b എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം x/3 + y/4 = 1 എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലാബ് 8-ലെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 4 പാർട്ടായിട്ടാണ് ഏകദേശം എല്ലാം ഉൾപ്പെടുത്തിയ, എല്ലാ കൺസെപ്റ്റും ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക. ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. എളുപ്പമാണ് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.